ഹാപ്പി ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ആരെ കൊണ്ട് സാധിക്കൂല്ലേ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി അല്ലാത്ത സാഹചര്യത്തിലും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കഴിയും. അതാണ് യഥാർത്ഥത്തിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ സാധാരണ ആളുകൾക്ക് ചിലപ്പം പെട്ടെന്ന് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ട് ആ ഒരു രീതിയിലേക്ക് ആയി മാറിയ ആളുകളാണ്. തീർച്ചയായിട്ടും മോശം കാലാവസ്ഥയിലും എൻ്റെ ലൈഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാലാവസ്ഥ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ടെക്നിക്കുകൾ, ടൂളുകൾ ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളതും അതെൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖ സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ വരും. അത് ഏത് വലിയവരുടെ ലൈഫിലും വരുന്ന ഒരു കാര്യമാണ്. അത് ആരും അതിൽ നിന്ന് മോചനം ഉള്ള ആളുകളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ടൂൾസുകൾ ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്.